ഹലോ ഐസിയ ലവേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ സീരീസ് എപ്പിസോഡ് 18 ഒരു കിഡു ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നോ, കിഡു ടേസ്റ്റ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു 1.5 കപ്പ് പാല് ചൂടാക്കാൻ വെക്കുക. 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ പാലിൽ 1/4 കപ്പ് പാലിൽ നന്നായി മിക്സ് ചെയ്തിട്ട് പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് നല്ല കട്ടിയായിട്ട് കസ്റ്റേർഡ് തയ്യാറാക്കി എടുക്കണം. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടത്. ഇത് ചൂടാറിയ ശേഷം ഒരു ബൗളിൽ ക്ലിംഗ് റാപ്പ് ഇട്ട് കവർ ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യുക. ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. നമുക്കിനി നമ്മുടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എഗ്ലെസ് ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. ഞാൻ 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്താൽ മതി, ചേർക്കുക. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക, നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിത് മൈക്രോവേവിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓവണിലാണെങ്കിലും സ്റ്റൗ ടോപ്പിലാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കുക, 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 1/4 കപ്പ് പാലും കൂടെ ഒഴിക്കണേ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് 1/4 കപ്പ് പാല് ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു സെമി തിക്ക് ബാറ്റർ റെഡിയാവും. ഇപ്പോൾ ലൈൻ ചെയ്ത പാനിലേക്ക് ബാറ്റർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓവണാണെങ്കിൽ 180°-ൽ 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. സ്റ്റൗ ടോപ്പ് ആണെങ്കിൽ 45 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ ഞാൻ മൈക്രോവേവിലാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ 6 മിനിറ്റാണ് മൈക്രോവേവിൽ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പാനിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ മൈക്രോവേവ് ചെയ്യാൻ പോവാണ്. പുഡിങ്ങിനായതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി മൈക്രോവേവ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ചോക്ലേറ്റ് കേക്ക് മേടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ സൗകര്യം ആ രീതിക്ക്. ഞാൻ കംപ്ലീറ്റ് ഹോം മെയ്ഡ് ആക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേക്കും തയ്യാറാക്കുന്നത്. ഇപ്പോൾ 6 മിനിറ്റ്സ് നമുക്ക് മൈക്രോവേവ് ചെയ്യാം. മൈക്രോവേവ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് പുറത്തെടുത്താൽ മതി. ഇപ്പോൾ ദാ മൈക്രോവേവ് ആയിക്കൊണ്ടിരിക്കുക. 3 മിനിറ്റ് കഴിഞ്ഞ് ബേക്കായ ശേഷം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് റെഡിയായി. നമുക്കിതിനൊരു ഫില്ലിങ്ങിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ പഞ്ചസാരയും വാനില എസൻസും ചേർത്ത് നന്നായി വിപ്പ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മുടെ സെറ്റായിട്ടുള്ള കസ്റ്റേർഡ് ഒരു 1/2 കപ്പ് ചേർത്ത് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, ഞാൻ ഇതുപോലെയായിരുന്നു ക്ലിംഗ് റാപ്പ് ഇട്ട് ഫ്രിഡ്ജിൽ നമ്മുടെ കസ്റ്റേർഡ് ഞാൻ വെച്ചിരുന്നു. അപ്പോൾ അത് നന്നായി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ നിന്ന് 1/2 കപ്പ് എടുത്താൽ മതി. നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് ഫ്രൂട്ട് ഇട്ടിട്ട് കസ്റ്റേർഡായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി അസംബ്ലിങ്. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ബൗൾ എടുക്കുക, 1 ലെയർ കേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് വിപ്ഡ് ക്രീം നന്നായി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത ഗ്ലേസ് ചെറീസോ അല്ലെങ്കിൽ റോ ചെറീസോ നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കേക്ക് ഇടുക, പിന്നെയും ഫില്ലിങ് ഇടുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ടേത് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഷേവിങ്സ് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തത്. ഞാനിതിൽ ശരിക്കും നമ്മുടെ ഫ്രഷ് ചെറീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യണം ഒരു 3 മണിക്കൂർ. ഇപ്പോൾ 3 മണിക്കൂർ റെഫ്രിജറേറ്റ് ആയി നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് ഇവിടെ റെഡിയായി കണ്ടോ. നല്ല കിഡു ആയിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം, ഇതെടുത്ത് കാണിച്ചു തരാം. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ ഇത് ഒരു സൂപ്പർ പുഡിങ്ങാണ് കേട്ടോ. ഇപ്പം ഞാനിതെടുത്ത് കാണിച്ചു തരാം. നമ്മുടെ സെറ്റായി പുഡിങ്. ഇത് നമുക്കൊരു പ്ലേറ്റിൽ തന്നെ എടുത്ത് സെർവ് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ശരിക്കും പുഡിങ്ങായിട്ട് സെറ്റായി കിട്ടിയ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിങ്. കണ്ടോ, എന്ത് യമ്മിയല്ലേ കാണാൻ തന്നെ. എന്ത് പക്കയായിട്ടാണ് നമ്മുടെ പുഡിംഗ് സെറ്റായ കണ്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഈ റമദാനെ ട്രൈ ചെയ്ത് നോക്കുക.
റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ പൊന്നോ ടേസ്റ്റോ രക്ഷയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു കിഡു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.